അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്യും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഞാൻ 1 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് നന്നായി കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം ചോർന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും, പിന്നെ 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂണ് സുർക്കയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത്ര മതി മസാലകൾ റെഡിയാക്കി എടുക്കാൻ. ഇതിലും കൂടുതൽ മസാലകൾ വേണമെന്ന് വെച്ചാൽ കൂടുതലോ കുറക്കോ ഒക്കെ ചെയ്യാം. ഞാൻ ഇത്രയേ ഉള്ളൂ ചേർക്കണത്. ഇത് പൊരിച്ചെടുക്കണ സമയത്ത് മാത്രം മതിയല്ലോ, ബാക്കി മസാലകൾ പിന്നെയും എടുക്കുന്നുണ്ട്. ഇത് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല പുരട്ടി വെക്കുന്നത്. ഇതിപ്പോൾ മസാല പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 10 മിനിറ്റുള്ളൂ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മീൻ ക്രിസ്പി ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഫിഷ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ പൊരിക്കാനും വേണ്ടിയിട്ട് കൂട്ടിയ മസാലകൾ ഒട്ടും ബാക്കിയൊന്നുമില്ല, ഫുള്ളും ഫിഷുമ്മ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ മസാല റെഡിയാക്കണമെങ്കിൽ മസാല പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ബാലൻസ് വന്നിക്കണമെങ്കിൽ ആ മസാല തന്നെ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒരു ഭാഗം ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്ര മതി ഒരു ഭാഗം വന്നത്. ഈ വീഡിയോ കാണുന്നതിൻ്റെ അടിയിൽ കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിനും കുടുംബത്തിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിഷ് ഇപ്പം നന്നായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റിക്കാണ്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനെടുത്ത മീനിപ്പോൾ നെയ്മീനാണ്. ഇതിൽ അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ബിരിയാണിക്ക് എടുക്കാം. ഇതേമാതിരിക്ക് ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കുകയാണ് ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ്. കഴിക്കണ സമയത്ത് ഇത് ഫിഷാണെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല, അത്രക്കും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഫിഷൊക്കെ വന്ന് ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. സവാള ഞാൻ 3 ചെറിയ മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അധികം മസാലൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എടുക്കാത്തത്. അത് ചെറുതായി സ്ലൈസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നന്നായി വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുകയാണ് ഞാൻ ഇത് ചെയ്യണത്. എന്നാൽ കരിയാതെ പെട്ടെന്ന് വഴറ്റി കിട്ടും ചെയ്യും. അടച്ച് വെച്ച് വഴറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ബിരിയാണി മസാല റെഡിയാക്കി എടുക്കുകയാണ് ഇത് വേകുന്ന സമയം കൊണ്ട്. പാനിലേക്ക് ഒരു ചട്ടി വെച്ചതിന് ശേഷം 3 പട്ട, ഒരു 4 സ്റ്റാർ, 3 ജാതി, ഒരു 5 ജാതിപത്രി, ഗ്രാമ്പു ഒരു 30 എണ്ണം, ഏലക്ക ഒരു 30 എണ്ണം, ബേ ലീഫ് 3. ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത്. ചെറിയ തീയിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റുകൾ മൊത്തത്തിൽ മാറിപ്പോവുകയും ചെയ്യും.
മസാലകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടിയും കൂടുതൽ ടേസ്റ്റ് കിട്ടും ബിരിയാണിക്കൊക്കെ. പാക്കറ്റ് പൊടികൾ ഏതായാലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിന് ഒന്ന് ചൂടായതിന് ശേഷം സ്റ്റൗ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ അത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ചൂടോടുക്കൻ തന്നെ ചട്ടിയിൽ ഒരിക്കലും വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ ഈ ചട്ടിയിൽ തന്നെ സവാള പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറുതായി കനം കുറച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അപ്പോഴത് കൂടുതലും ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ 2 അടുപ്പിലും ഞാൻ സവാള വഴറ്റാൻ വെച്ചിരുന്നു. ഒന്ന് പൊരിക്കാനും ഒന്ന് വഴറ്റാനും വെച്ചിരുന്നു. ഇതിലേക്ക് ഇനി വഴറ്റാം. ഇത് മസാലയ്ക്കുള്ള സവാളയാണ് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് 3 ചെറിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തു ചെയ്ത്. ഈ സവാള ഗോൾഡൻ കളറാണ് വരെ പൊരിച്ചെടുക്കുകയാണ് വേണ്ടിയത്. ഞാൻ അടുത്ത് മസാലയ്ക്കുള്ള ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വരാം. സവാള എല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇത് മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് വേണം കോരിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതും കരിഞ്ഞു പോയി ടേസ്റ്റുകൾ. ഈ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ചേർത്തായി അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊരിച്ചെടുക്കണമെന്ന് ആവശ്യമില്ല, വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബിരിയാണി ദമ്മിലിടുന്ന സമയത്ത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി തിളച്ച എണ്ണയല്ലേ, ഇപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മസാലയ്ക്കില്ല ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. മല്ലിയില 1 കപ്പ് ഇട്ട് കൊടുക്കാം. 1 കൈപ്പിടി മല്ലിയിലയും 1 കൈപ്പിടി പുതിനയിലയും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബീഫോ ചിക്കനോ മസാല ഇടുന്ന പോലെ മീനിക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ടുള്ളൂ, പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് ഇട്ട് നന്നായി പച്ച വാസന പോണ വരെ ഇളക്കിയെടുക്കാം. ഈ രീതിയിൽ മീൻ ബിരിയാണി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടാതെ നിൽക്കില്ല. അത്രക്കും സൂപ്പർ ടേസ്റ്റാണ്. ഏത് മീനായാലും കുഴപ്പമില്ല, മുള്ളുകൾ കമ്മില്ല മീൻ എന്തായാലും എടുക്കാനാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈര് ഓപ്ഷനിലാണ്. തൈര് ചേർക്കാത്ത ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വിനാഗറും ചെറുനാരങ്ങയും കൂടുതലായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ മസാല വാങ്ങി ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഏതാ ദം ചെയ്യണ ചെമ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. മീൻ ബിരിയാണി ആകുമ്പോൾ അധികം മസാലേൻ്റെ ആവശ്യമില്ലായിട്ടാണ് ഞാൻ സവാളയും തക്കാളിയും ഒക്കെ കുറേശ്ശെ എടുത്തത്. കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതലായിട്ട് എടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇത് കറക്റ്റ് പാകേനു, നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ഞാൻ ഇതിലേക്ക് മസാലയ്ക്ക് സവാള വഴറ്റാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം നോക്കണം എരിവും ഉപ്പും എല്ലാം പാകമാണോ എന്നുള്ളത്. എന്നിട്ട് വേണം ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഓരോന്നോരോന്നായിട്ട് ഫിഷ് പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നിരത്തി കഴിഞ്ഞ് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. മസാല ഇതിലേക്ക് വേണ്ടിയിട്ട് മീനിക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മസാലകൾ കുറച്ചുകൂടി തൂവി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഒരാവശ്യത്തിന് കൂടുതലായിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് എത്ര വേണ്ടിയത് വെച്ചാൽ അളവൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ച് നല്ല വെട്ടി തിളച്ച് വെള്ളം ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് അരി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ജീരകശാല അരിയോ കൈമ അരിയോ ഏതെങ്കിലും ബസുമതി എന്തായാലും കുഴപ്പമില്ല. ഇതായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാ പച്ചരിയാണെന്ന് ഒരിക്കലും പറയില്ല. ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് അരി ഉണ്ടാക്കി നോക്കുന്നുണ്ട്. തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് വെള്ളം വെക്കണം, കൊഴുപ്പില്ലാതെ നിൽക്കാനും വേണ്ടിയിട്ടാണ്. കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബിരിയാണിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ പീസ് പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഇത് ഈ ഓലക്ക് എന്താ പറയുക എനിക്കറിയില്ല. എൻ്റെ വീട്ടിലുള്ള ഓല തന്നെയാണ് പേര്, എനിക്കറിയില്ല. ഞാൻ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജീരകശാല അരിൻ്റെ ഒരു ടേസ്റ്റ് കാരം. ഇടയ്ക്ക് തുറന്നൊന്ന് നോക്കണം വെന്തിക്കണമെന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വെന്തതിൻ്റെ ശേഷം തന്നെയാണ്, മുക്കാൽ വേവായ എല്ലാം ഫുള്ളായിട്ട് വെന്തതിൻ്റെ ശേഷം തന്നെയാണ് ഞാൻ ഇത് ഊറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഊറ്റിയിടുന്ന സമയത്ത് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയായിട്ട് വെച്ചാലും നല്ല അടിപൊളി ബിരിയാണി റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പൊരിച്ച് വെച്ച അണ്ടിയും മുന്തിരിയും ഉള്ളിയും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെയും ചോറ് ഇട്ട് കൊടുത്ത് ബിരിയാണി മസാലയും കുറേശ്ശെ തൂവി കൊടുക്കുകയാണ്. ചപ്പും പുതിനയിലയും വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ മസാലയിൽ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കാരം. കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയാണ്ട് ഞാൻ ഇതിൽ മേതെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് കളറിനും വേണ്ടിയിട്ടാണ്, മഞ്ഞ കളർ വരാനും വേണ്ടിയിട്ടാണ്. ചിക്കനും ബീഫും ബിരിയാണി ആണെങ്കിൽ ഞാനിങ്ങനെ തൂവി കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ മഞ്ഞ കയറി വരാറുണ്ട്. ഇതിപ്പോൾ മീൻ പൊരിച്ച് വെച്ച് ഇതിൽ മസാലയും കുറച്ച് കുറവാണല്ലോ, ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഞാൻ ദമ്മിലിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കത്തി പൊന്തൂല കരുതിയിട്ടാണ് ഞാൻ അപ്പം ഈ മസാല ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ പൊരിച്ച് വെച്ച ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ദമ്മിലിട്ട് ഞാൻ ദമ്മ് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ അടിപൊളി വാസനയാണ് വരുന്നത്. ഇത് പൊട്ടിക്കണ സമയത്ത് തന്നെ സൂപ്പർ സ്മെല്ലാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിയ അരിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയുമെന്ന് കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പർ ആണെന്നല്ലേ. ഒന്ന് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇതിൽ അല്ലാതെ എനിക്ക് അടിപൊളിയായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ ചെമ്പിലേക്ക് ഇത് മാറ്റാണ്. അടിയിലാണല്ലോ ഫിഷ് കിടക്കണത്, അതെടുക്കാനും വേണ്ടിയിട്ട് അടിയിലെത്തുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പൊട്ടി പോവാതെ കിട്ടും. അത്രക്കും നല്ല സ്മെല്ലാണ്. കഴിക്കാനും അതേപോലെ തന്നെ സ്മെല്ലിൻ്റെ പോലെ തന്നെയാണ് കഴിക്കാനും, അടിപൊളി ടേസ്റ്റുമാണ്. ഫിഷ് ബിരിയാണി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തുക്കും കുടുംബത്തുക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിഷ് ബിരിയാണി ബീഫും ചിക്കനൊന്നും കൂട്ടാത്തവർക്കൊക്കെ ഇപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ അപ്പം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ സെർവ് ചെയ്യണത്. ഞാൻ മീൻ കാട്ടിത്തരാം. പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല, അടിപൊളി ടേസ്റ്റാണ്. എനിക്കൊന്ന് ബീഫോ ചിക്കനും ബിരിയാണിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണ് മീൻ ബിരിയാണി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ കൂടുതലായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഇതാണ്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. മീനൊന്നും പൊട്ടിപ്പോകുകയോ നല്ല മസാലയൊക്കെ പിടിച്ച് എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിങ്ങനെ അടുത്ത വെറൈറ്റി വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.